നമുക്കൊരു സോസേജ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? എന്നെല്ലാവരും വരും. ഫസ്റ്റ് സോസേജ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയും കുറച്ച് നുള്ളു ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഈ സോസേജും മുട്ടയും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി അതവിടെ ഫ്രൈ ആവട്ടെ. നമുക്കപ്പോഴത്തേന് 2 മുട്ട പൊട്ടിച്ചിട്ട് കുറച്ചൊരു നുള്ളുപ്പ് കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത സോസേജ് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് ഓംലേറ്റ് പോലെ പൊരിച്ചെടുക്കാം കേട്ടോ. ഈ ഓംലേറ്റില്ലേ വെറുതെ ഒറ്റയ്ക്ക് കഴിക്കാനും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പൊറോട്ടയുടെ കൂടെ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പിന്നെ ഇത് ചിക്കൻ്റെ സോസേജ് കേട്ടോ. കാരണം സോസേജസ് കുറേ ടൈപ്പ് ഉണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ സോസേജാണ്. ഒരു 5 മിനിറ്റ് തികച്ച് വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.